ഹലോ, ഒരു വെറൈറ്റി ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നല്ല സുഗന്ധമുള്ള പൂക്കളുള്ള വേരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫുള്ള നല്ല ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ആ ഫ്ലവറിംഗ് പ്ലാന്റ്. ഇതെൻ്റെ മുറ്റത്ത് തന്നെ ഞാനൊരു ചട്ടിയിൽ നട്ടിരിക്കുകയാണ്. ഇതിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വൈറ്റ് സ്ട്രേഞ്ചർ എന്നാണ് ഞാൻ കൊടുത്തിരുന്നത്. സ്ട്രേഞ്ചർ എന്ന് പറയാൻ കാര്യം, യഥാർത്ഥത്തിൽ ഇതിൻ്റെ പേര് ഞങ്ങൾ തിരക്കിയിട്ട് ഇതുവരെയും പേര് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അപരിചിതൻ എന്നുള്ള രീതിയിൽ ഞാൻ കൊടുത്തത്. അപരിചിതനല്ല. 2 വർഷമായിട്ട് ഈ ഫ്ലവറിംഗ് പ്ലാന്റ് ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഇപ്പോൾ ഇത് 2 വർഷത്തിന് മുമ്പ് ഒരു നഴ്സറിയിൽ നിന്ന് ഇത് വാങ്ങിയതാണ്. അവർക്കിതിൻ്റെ പേരറിയില്ല. അന്ന് മുതലേ ഇതിൻ്റെ പേര് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇൻഡോറും ഔട്ട്ഡോറും വെക്കാമെന്ന് പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ കൊണ്ടുവന്നത് ഇൻഡോറിൽ വെച്ചു. കാരണം ഇതിൻ്റെ വേരിഗേറ്റഡ് ആയിട്ടുള്ള ഇലകൾ കണ്ടില്ല. ഇത് ഞങ്ങളുടെ സിറ്റൗട്ടിലെ ക്ലാഡിങ്ങുമായിട്ട് യോജിക്കുന്ന പോലെ തോന്നി. അതുകൊണ്ട് സിറ്റൗട്ടിലായിരുന്നു ഇത് വെച്ചിരുന്നത്. ലോ സൺലൈറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഏതാണ്ട് 1 വർഷത്തോളം സിറ്റൗട്ടിൽ തന്നെ ഇതിരുന്നു. വല്ലപ്പോഴും മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കും. അങ്ങനെ ഇരുന്ന ടൈമിലാണ് ഇതിനകത്ത് ചെറിയ ചെറിയ ശിഖരങ്ങൾ വരികയും ചെറിയ മുട്ടുകളും പൂക്കളും വരാൻ തുടങ്ങി. അപ്പോഴാണ് ഞങ്ങളിത് മെല്ലെ എടുത്തിത് മുറ്റത്തേക്കൊന്ന് വെച്ച്. മുറ്റത്തേക്ക് വെച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇൻഡോറായിട്ട് നിൽക്കും, ഔട്ട്ഡോറായിട്ട് നിൽക്കും. അധികം സൺലൈറ്റ് ഇതിന് ആവശ്യമില്ല. പക്ഷേ നല്ല സുഗന്ധമാണ് ഇതിൻ്റെ പൂക്കൾക്ക്. കണ്ടില്ലേ, നല്ല സുഗന്ധമാണ്. ഇത് പൂ വിരിയാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഈ മുറ്റവും മുറികളും എല്ലാം നല്ല സുഗന്ധം കൊണ്ട് നിറയും. മുല്ലയും പിച്ചിയും ഇടയും മണം കലർന്ന, എന്തോ പറയാൻ പറ്റത്തില്ല, അത്ര നല്ലൊരു സുഗന്ധമാണിത്. ഇതിൻ്റെ ഈ പേരെന്താണെന്ന് പിന്നീട് ആ നഴ്സറിയിൽ ചെന്ന് അന്വേഷിച്ചു. ഇതിൻ്റെ ലീഫ് കൊണ്ട് കാണിച്ചു. എന്നിട്ടൊന്നും അവർക്ക് അറിയില്ല. ഞാൻ പോയ ചെടി നഴ്സറികളൊന്നും പിന്നീട് ഞാൻ ഈ ഒരു ഫ്ലവറിംഗ് പ്ലാന്റിനെ കണ്ടതുമില്ല. അപ്പോൾ എനിക്ക് പിന്നീട് ഞാൻ സെർച്ച് ചെയ്ത് വന്നപ്പോഴാണ് ചൈനീസ് വേരിഗേറ്റഡ് ജാസ്മിൻ എന്ന് പറയുന്ന ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ഉണ്ട്. അതുമായിട്ട് കുറച്ചൊക്കെ ഒന്ന് യോജിക്കുന്നതാണിത്. പക്ഷേ അതിൻ്റെ പൂക്കളെന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ നല്ല ദൃഢമായിട്ടുള്ള പൂക്കളാണ്. അല്പം വലിപ്പമുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പൂക്കൾ ഈ ഇലകളുടെ ബണ്ടിലായിട്ട് ഈ ഇലകളുടെ അടിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, കടുത്ത സുഗന്ധമാണിതിന്, കടുത്ത സുഗന്ധമാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു നൂലിൽ കൊരുത്തതുപോലെയാണ് ഇതിൻ്റെ ആ പൂക്കളിൽ നിന്നുള്ള തണ്ട് വന്നിരിക്കുന്നത്. വളരെ തിന്നായിട്ടുള്ള ഒരു തണ്ടാണ്. നൂലിൽ നിന്നിത് ഈ പൂ തൂങ്ങിക്കിടക്കുകയാണെന്നേ തോന്നുകയുള്ളൂ. അതേപോലുള്ള രീതിയിലാണ് ഇതിൻ്റെ നിറച്ചിപ്പോൾ ശിഖരങ്ങളായി. ഇടയ്ക്ക് വെച്ച് ഇതിൻ്റെ കുറേ ശിഖരങ്ങളൊക്കെ ഉണങ്ങിപ്പോയി. നമ്മളിത് കട്ട് ചെയ്തതൊന്നുമില്ല. പക്ഷേ ഇപ്പം വീണ്ടും ശിഖരങ്ങൾ വന്ന് നിറയെ ഫ്ലവറായി. അന്നേരം കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ് തന്നെ ഞാൻ ഇതിനകത്തുനിന്ന് ഈ ഫ്ലവർ വന്ന് പോയതിന് ശേഷം ഞാൻ ഇതെങ്ങനെ ഒന്ന് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ചെയ്യാമെന്ന് ഞാൻ ആലോചിച്ചു. അതനുസരിച്ച് തന്നെ ഞാൻ നല്ല മഴയുള്ള സമയത്ത്, എപ്പോഴാണോ നല്ല മഴയുള്ളത്, ഇപ്പം അങ്ങനെ കാലം തെറ്റിയല്ലേ മഴയൊക്കെ വരുന്നത്, മഴയുള്ള സമയം നോക്കി ഞാൻ ഇതിൻ്റെ 1-2 സ്റ്റെമ്മ് മുറിച്ച് ഞാനിത് ഒരു ചട്ടിയിലാക്കി. അല്പം ചാണകപ്പൊടിയും മണ്ണും, ചകിരിച്ചോറൊന്നും ഇട്ടില്ല. പക്ഷേ നല്ല വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള മണ്ണായിരിക്കണം. മറ്റു കൂടുതൽ വളങ്ങളൊന്നും ഇടാതെ ഇതിൻ്റെ 2-3 സ്റ്റെമ്മ് ഞാൻ കട്ട് ചെയ്ത് നട്ടു. കട്ട് ചെയ്ത് നട്ടപ്പോൾ ഒരു 5-6 എണ്ണം ഞാൻ കട്ട് ചെയ്ത് വെച്ചതിൽ ഒരെണ്ണം നല്ല ഭംഗിയായിട്ട് വന്നു. ഇതാണത്. ഒരെണ്ണം നല്ല ഭംഗിയായിട്ടിപ്പം വളർന്നു വന്നിരിക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്നു. അതിൻ്റെ നല്ല ഇത് ലീഫ് കണ്ടില്ലേ, അതിനകത്ത് തന്നെ ഒരു ഫേണും പിടിച്ചിരിക്കുക ചട്ടിയിൽ തന്നെ. അതാ കണ്ടില്ലേ, ഇതിൻ്റെ ലീഫ് കണ്ടില്ല, നല്ല വേരിഗേറ്റായിട്ടുള്ള നല്ല ലീഫാണ്. നല്ല പൂവാണോ ഇലയാണോ എന്ന് തന്നെ നമുക്ക് ചിലപ്പോൾ ഇത് സംശയം തോന്നും.
ഇത് ഇത് പിന്നെ വിദേശത്തുള്ള ഒരു എവിടെ ലണ്ടനിലെ എവിടെ ആണെന്ന് തോന്നുന്നു, അവിടുത്തെ ഒരു നഴ്സറിയിൽ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ വേരിഗേറ്റഡ് സ്റ്റാർ ചൈനീസ് ജാസ്മിൻ അതുമായിട്ട് സാമ്യമുണ്ട്. അപ്പം ഞാൻ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ അതിന് പേരിട്ടിരിക്കുന്നത്. ചൈനീസ് സ്റ്റാർ വേരിഗേറ്റഡ് ജാസ്മിൻ എന്നാണ് ഇപ്പോൾ ഞാനിതിന് പേരിട്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് വ്യത്യാസമുണ്ട് അറിയാം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ദയവായിട്ടൊന്ന് കൊടുത്തേക്കണം. കാരണം അത്ര ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് ഇത്. പൂത്ത് കഴിഞ്ഞാൽ ഇവിടെ വീടും പരിസരവും എല്ലാം നല്ല സുഗന്ധമാണ്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് ഇത് നട്ട രീതിയെന്ന് ഞാനൊന്ന് പറയാം. നല്ല മഴയുള്ള ടൈമിൽ ഇതിൻ്റെ 1-2 സ്റ്റെമ്മ് നമ്മൾ മുറിച്ചെടുക്കുക. ഈ മുകളിൽ നിന്നുള്ള 1-2 സ്റ്റെമ്മുകൾ നമ്മൾ മുറിച്ചെടുത്തിട്ട് അല്പം ചാണകവും മണ്ണും, വെറും മണ്ണാണെങ്കിലും മതി, പക്ഷേ നല്ല നീർവാഴ്ചയുള്ള മണ്ണായിരിക്കണം. അതിലേക്ക് കുത്തി കൊടുക്കുക. കുറേ ദിവസങ്ങൾ തണലത്ത് വെച്ച് വെള്ളം ഒഴിക്കുക. നല്ല വെള്ളം ഒഴിച്ചു കൊടുത്താലും ഒരു കുഴപ്പമില്ല. എന്നും നമ്മൾ വെള്ളം ഒഴിച്ച് നനച്ച് കൊടുക്കണം ആ കമ്പിന്. അങ്ങനെ അത് മെല്ലെ അത് വളർന്നു വരും. ഇപ്പോഴും എനിക്ക് വീണ്ടും 1-2 ചട്ടികളിലൂടെ ഞാനിത് നട്ടിട്ടുണ്ട്. 5-6 സ്റ്റെമ്മുകൾ നടുമ്പോഴേ ഏതെങ്കിലും 1-2 എണ്ണം മാത്രമേ നല്ല രീതിയിൽ വരികയുള്ളൂ. കണ്ടില്ലേ? അല്ലാതെ വേറെ ഒരു പുതിയ രീതികളൊന്നും ഞാൻ മെത്തേഡൊന്നും ചെയ്തിട്ടില്ല. കമ്പുകൾ നല്ല റെയിനി സീസൺ ആയിരിക്കണം, നല്ല മഴയുള്ള ടൈമിൽ വേണം ഇതിൻ്റെ കമ്പുകൾ കട്ട് ചെയ്ത് നമ്മൾ ചട്ടിയിലേക്ക്. വെറും മണ്ണാണെങ്കിലും മതി, പക്ഷേ നല്ല നീർവാഴ്ചയുള്ള മണലോ ആയിരിക്കണം. ചാണകപ്പൊടി ഉണ്ടെങ്കിൽ നല്ല കട്ട് ചെയ്ത് വെച്ച് കൊടുക്കണം. എന്നും നമ്മൾ വെള്ളവും ഒഴിക്കണം. അവിടെ അങ്ങനെയാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പരിചരണം എന്ന് പറയുന്നത്, ഇത് കുറേ വളർന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ ചുവട് മെല്ലെ ഒന്ന് തോണ്ടി കൊടുത്തിട്ട് ഈ ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ഒക്കെ നമുക്ക് അല്പം ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ പൂ വന്നതോടുകൂടി ഞാൻ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എപ്പോഴും ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ ഉടനെ വെള്ളം ഒഴിക്കണം. അതുപോലെ ആ വേരുമായിട്ട് അടിവശത്ത് നിന്ന് അല്പം മാറ്റി വേണം ഇടാൻ. ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കണം. വളരെ സുഗന്ധമാണിത്. ഇതിങ്ങനെ പന്തലിച്ച് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. പടർന്നു പോവും, ശാഖകളായിട്ട് പടർന്ന് 4 സൈഡിലേക്കും പടർന്നു പോവും. ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് വേണമെങ്കിൽ നിർത്താം, പക്ഷേ ഞങ്ങളിതിനെ കട്ട് ചെയ്ത് നിർത്തിയിട്ടേ ഇല്ല. ഇതിങ്ങനെ പടർന്ന് 4 സൈഡിലേക്കും ഇങ്ങനെ പടർന്ന് പോകുന്ന രീതിയിലുള്ള ഒരു പ്ലാന്റാണ്. അതിമനോഹരമാണിത് കാണാൻ. പിന്നെ ഇതിൻ്റെ സുഗന്ധമാണെങ്കിൽ അതിനേക്കാളേറെ അത്രയും മികച്ചൊരു പ്ലാന്റാണ്. ഇത് നമുക്ക് ഇൻഡോറായിട്ട് തന്നെ വെക്കാം. ഇതിന് ലോ സൺലൈറ്റ് മതി. ഈ ഫ്ലവർ വരുന്നതിന് പോലും വളരെ കുറച്ച് സൺലൈറ്റ് മതി. പിന്നെ ഞങ്ങളിത് സിറ്റൗട്ടിൽ വെച്ചിരുന്ന സമയത്ത് തന്നെ ഇതിനകത്ത് ഫ്ലവർ ഉണ്ടായി തുടങ്ങി. പക്ഷേ എന്നാലിത് മുറ്റത്ത് വെച്ച് വെയിലും മഴയും കൊണ്ടിട്ടും ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഇൻഡോറും ഔട്ട്ഡോറുമായിട്ട് വളരെയധികം ഇത് നമുക്ക് വെക്കാൻ ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. കണ്ടില്ലേ? ഇതിൻ്റെ എത്ര ഇത് കാണിച്ചാലും മതിയാവില്ല. കണ്ടില്ലേ? ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ? ചിലപ്പോൾ നമുക്ക് തോന്നും ആ വൈറ്റ് കളറിലുള്ള ലീഫ്, വേരിഗേറ്റഡ് ലീഫ് വേണം നമുക്കൊന്ന് ഫ്ലവർ അതിനകത്ത് തന്നെ ഉണ്ടത്. അതിൻ്റെ പ്രത്യേകത കണ്ടോ? ഈ ഇലകളുടെയും തണ്ടിൻ്റെ അടിയിലാണ് ഈ പൂക്കൾ കൊലയായിട്ടാണ് ഈ പൂക്കൾ ഉണ്ടാവുന്നത്. കണ്ടില്ലേ? ഈ പൂക്കൾ 1-2 ദിവസം നിൽക്കുകയും ചെയ്യും. വളരെ ഒരു നൂലിൽ കുരുത്തിട്ട് കണക്കാണ് ഇതിരിക്കുന്നത്. പക്ഷേ ഇത് 1-2 ദിവസം ഈ പൂക്കൾ നിൽക്കുകയും ചെയ്യും. വളരെ മനോഹരമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഞങ്ങളിതിന് പേരിട്ടിരിക്കുന്നത് ചൈനീസ് വേരിഗേറ്റഡ് ജാസ്മിൻ എന്നാണ് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത്. എന്നും ഇതിൽ ഫ്ലവർ ഉണ്ടാകുകയില്ല. വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഇതിൽ ഫ്ലവർ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഇതുവരെ ഇതിനകത്ത് കണ്ടിട്ടുള്ളത്. ഡിസംബർ ജനുവരി മാസങ്ങളാകുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇതുപോലെ കുലകളായിട്ട് മൊട്ടുകളും ഫ്ലവറും ഉണ്ടാവും. അതൊരു 1-2 മാസത്തോളം നിൽക്കും. ഫ്ലവറുകൾ ഉണ്ടായി അത് പൊഴിഞ്ഞു പോയി വീണ്ടും ഫ്ലവർ ഉണ്ടായി. കണ്ടില്ലേ? ബണ്ടിലായിട്ട് നിൽക്കുന്നത് 1-2 മാസത്തോളം നിൽക്കും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് ഈ ലീഫ് മാത്രമായിട്ട്, വേരിഗേറ്റഡായിട്ടുള്ള ലീഫ് മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കും. പക്ഷെ അപ്പോഴും കാണാൻ വളരെ ഭംഗിയാണ്. അടുത്ത വർഷം വീണ്ടും ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴാണ് ഇതിനകത്ത് വീണ്ടും ഫ്ലവർ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് സീസൺ അനുസരിച്ച് മാത്രം ഫ്ലവർ ഉണ്ടാകുന്നൊരു പ്ലാന്റ് കൂടിയാണ്. പക്ഷേ ഇതിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇതല്ല എന്നുണ്ടെങ്കിൽ ദയവ് ഇത് കമൻറ്റ് ബോക്സിലൊന്ന് കൊടുത്തേക്കുക. വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റാണ്.
ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു പ്ലാന്റിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ്. എല്ലാവർക്കും ബൈ ബൈ.